ചന്ദ്രന്റെ വൃദ്ധിക്ഷയങ്ങൾക്കനുസരിച്ചാണ് വേലിയേറ്റവും വേലിയിറക്കവും ഭൂമിയിൽ ഉണ്ടാകുന്നത്. ചന്ദ്രൻ കറുത്തമാവിലേക്ക് പോകുമ്പോൾ ആസ്മ രോഗികൾക്ക് ശ്വാസകോശ സംബന്ധമായ വലിവ് കൂടും. കാരണം ജ്യോതിഷത്തിൽ ചന്ദ്രനെ ശ്വാസകോശത്തിന്റെ കാരകനായിട്ടാണ് വെച്ചിരിക്കുന്നത്, ഓരോ കസ്റ്റോഡിയനായിട്ടാണ് വെച്ചിരിക്കുന്നത്. ശാസ്ത്രീയമാണോ? പിന്നെ ജ്യോതിഷം എന്ന് പറയുന്നത് തെറ്റാണ്. കാര്യം ജ്യോതിഷത്തിൽ പറയുന്നത് ജ്യോതിശാസ്ത്ര വിദഗ്ധോ ഗണിതപടർ വൃത്തവാൻ വിനയി ദൈവജ്ഞൻ എന്നാണ് പറയുന്നത്. അതായത് ആറാമത്തെ ആ ഇന്ദ്രിയത്തിൽ തുറന്നതിന് ശേഷം ആ യഥാർത്ഥത്തിലുള്ള പ്രപഞ്ച രഹസ്യത്തെ മനസ്സിലാക്കിയിട്ട് പറയുന്ന ആളിന്റെ പേര് ദൈവജ്ഞൻ എന്നാണ്. വയറ്റിപ്പാടിന് ബോർഡും വെച്ചോണ്ടിരിക്കുന്നവന്റെ പേരാണ് ജ്യോതിഷക്കാരൻ. ശാസ്ത്രത്തിന് ഗണിതമെന്നും ഫലഭാഗമെന്നും രണ്ട് ഭാഗമുണ്ട്. ഉപാസന കൊണ്ട് പഠിച്ച് മന്ത്രസിദ്ധി വരുത്തിയവൻ പറയുന്നത് കൃത്യമായിരിക്കും. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുള്ള ആളാണ്. ജ്യോതിശാസ്ത്രം എന്ന് പറയുന്നത് വളരെ ശക്തമായ സയൻസ് തന്നെയാണ്. അത് പറയാൻ അറിയാവുന്നവൻ പറഞ്ഞാൽ അത് വളരെ കൃത്യമായിരിക്കും, 100% കൃത്യമായിരിക്കും. കൃത്യമായിട്ട് ജനന തീയതിയും സമയവുമായിട്ട് കൊണ്ടു തരികയാണെങ്കിൽ അയാൾക്ക് ആ ഇത് കിട്ടുന്ന സമയത്തിൽ കിട്ടുന്ന രാശി 12 രാശി എന്ന് പറയുന്നത് ഒരാളുടെ MRI സ്കാനിന്റെ എടുക്കുന്നത് പോലാണ്. ഒരു നല്ല ഡോക്ടർക്ക് മാത്രമേ അത് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. MRI സ്കാനിൽ എവിടെയാ കുഴപ്പമെന്നോ രോഗം എവിടെയാണെന്ന് മനസ്സിലാക്കാൻ. ഒരു കാര്യമുണ്ട്, ഒരു വ്യക്തിയുടെ ഇൻഡ്യൂഷൻ കൊണ്ട് നല്ലതും ചീത്തയൊക്കെ കണ്ടുപിടിക്കാമെന്ന് പറയുന്നത് അശാസ്ത്രീയമാണ്. അങ്ങനെ കണ്ടുപിടിച്ചവരുണ്ട്. നാരായണ ഗുരുദേവൻ, ചട്ടമ്പി സ്വാമികൾ, വേൾഡ് വാർ പ്രവചിച്ചിട്ടുണ്ട്. ഇവിടെ ഭൂമിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളും നടന്നതും വരാനിരിക്കുന്നതും പ്രവചിച്ച ദിവ്യന്മാരുടെ ഋഷീശ്വരന്മാരുടെ മണ്ണാണിത്. എണ്ണി പറഞ്ഞുതരാം. ഋഷീശ്വരന്മാരെന്ന് പറയുന്നത് ദൈവികമായി എന്തോ കൽപ്പിച്ചു എന്നുള്ളത് ഇവരുടെ തെറ്റിദ്ധാരണയാണ്. ഋഷീശ്വരന്മാര് തന്നെ ബൃഹസ്പതി, ബൃഹസ്പതി, കമലൻ, ചാർവാകൻ ഇവരൊക്കെ ഋഷീശ്വരന്മാരാ. ഇവരൊക്കെ പരസ്പര വിരുദ്ധമായ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ളവരാ. ഇത് നമ്മളാണ് തീരുമാനിക്കേണ്ടത് ഏതാണ് ശരി ഏതാണ് ശാസ്ത്രീയം. ഇതെന്നറിയോ ഈ പറഞ്ഞ ഗ്രഹങ്ങള്, അപഗ്രഹങ്ങള് അല്ലെങ്കിൽ സപ്തഗ്രഹങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ എന്നാന്ന് വെച്ചാൽ ഈ സയൻസിനെ ഒരു പ്രത്യേക രീതിയിൽ ക്രോഡീകരിച്ചേക്കുക. മേടം മുതലുള്ള 12 രാശികളും അതിന്റെ അധിഷ്ഠിതപതികളായ സൂര്യാദി ഗ്രഹങ്ങളെ കൂടെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആ ബന്ധങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ഈ ശരീരത്തിലുള്ള പ്രാണകോശങ്ങളെ, പ്രാണൻ അപാനൻ പോലുള്ള ആ ജീവനുകളെ മുഴുവൻ ഇതുമായിട്ട് ബന്ധപ്പെടുത്ത് അതിലുമായിട്ട് ബന്ധപ്പെടുന്ന ഗ്രഹങ്ങളുടെ ഇൻഫ്ലുവൻസ് എത്രയുണ്ടെന്ന് പഠിച്ച് ശരീരത്തിന്റെ ഉള്ളിലും പുറത്തുമുള്ള ആനന്ദമയ കോശം, വിജ്ഞാനമയ കോശം മുതലായ കോശങ്ങളെ ഈ ഗ്രഹങ്ങള് എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നും ആ ഗ്രഹം ഞാനൊന്ന് പറഞ്ഞോട്ടെ സാറേ. ഇത് സത്യത്തിൽ നിങ്ങൾക്ക് എന്നാന്നറിയോ, ഇവർക്ക് എന്നാന്ന് പറഞ്ഞാൽ ഇവര് കേട്ടുപഠിച്ച് തഴമ്പിച്ച കുറെ കാര്യങ്ങളുണ്ട്. അത് വെച്ച് അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാം. അതുപോലെ ശാസ്ത്രത്തെ പഠിച്ചാലേ അവിടെ നിന്ന് നമുക്ക് അതിനെ ചർച്ച ചെയ്യാൻ പറ്റും. ജ്യോതിശാസ്ത്രത്തിലെ ഒരു ശ്ലോകമെങ്കിലും ഒരു പറയട്ടെ. ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ശാസ്ത്രീയമായ മറുപടികൾ പറയപ്പെട്ടിട്ടില്ല. ദയവായിട്ട് അത് പറയാൻ അല്ലല്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.